അപ്പൊ പടവനടിച്ച് വീണാന് ഇന്ന് ചൊറകുപ്പ് മീനായിരുന്നു. അപ്പൊ അത് എല്ലാം ഇടണം, കാരണം അതെല്ലാം വലിയ പീസാണ്. ഇതിനകത്ത് കുറച്ച് കണ്ടിച്ചെടുത്തിട്ട് കണ്ടാ ഇത്രയുള്ള സാധനം. അങ്ങനെ ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ അതായത് നിങ്ങൾ ഉണക്കമീൻ ഇങ്ങനെയാണോ വറുക്കുന്നത്? ഞങ്ങളൊക്കെ ഉണക്കമീൻ വറുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു രീതിയിലിരിക്കും ഉണക്കമീൻ. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ചുമ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ചേട്ടക്ക് ഇന്ന് പോകണ്ട. അപ്പോൾ ചേട്ടക്ക് ഇന്ന് പോകണ്ടാത്തതുകൊണ്ട് ഇന്ന് ചെറിയ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വഴി പറയാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് രാവിലെ ഇടിയപ്പവും തേങ്ങാപ്പാലുമാണ്. തേങ്ങാപ്പാലം എന്ന് പറയാൻ പറ്റത്തില്ല, കുറുക്കാണ് ശരിക്കും പറഞ്ഞാൽ. തേങ്ങാപ്പാൽ തന്നെ ഇങ്ങനെ പൊടിയൊക്കെ ഇട്ട് കുറുക്കി എടുത്തേക്കണം. പക്ഷെ ഇന്ന് ഇച്ചിരി കുറുക്ക് ഇച്ചിരി കൂടിപ്പോയി തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടൊക്കെ അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എപ്പോഴും ഒരു മുട്ട വറുക്കണത് അങ്ങനത്തെ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ മുട്ടയൊക്കെ വറുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട വറുത്തൊക്കെ കൂടി പപ്പയും മോനും കഴിച്ചുകൊണ്ടിരിക്കണേണ്. അല്ല അത് മുട്ട മാത്രമാണ് കേട്ടോ അത് തിന്നണത്. ഇടിയപ്പം കഴിച്ചിട്ടുണ്ടെ മര്യാദക്ക് ഇടിയപ്പം കഴിക്ക്. അത് മുട്ട മാത്രം നിന്നുകൊണ്ടിരിക്കണേ, ഇടിയപ്പം തൊടണേ ഇല്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തൊക്കെ ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്നലത്തെ കറികളൊക്കെ കുറച്ച് ഇരിപ്പുണ്ട്. ഇന്നലത്തെ ഇറച്ചിക്കറി ഇരിപ്പുണ്ട്, അതേപോലെ ചിക്കൻ കറിയും കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോരിയാർക്ക് ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലെ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയ ബീൻസ് ഉലത്തിയത് അതും ഇരിപ്പുണ്ട്. അപ്പോൾ എന്നാലും ഇനി എന്തെങ്കിലും വേണമെങ്കിലോ, കാരണം എല്ലാം കുറേശ്ശെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉപ്പുമീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഉപ്പുമീൻ വറുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പം വാങ്ങിച്ചതാണ് മറ്റേ ചൊറക് മീനില്ലേ, അത് ചൊറകുപ്പുമീനായിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ ചെയ്തെടുക്കുന്ന, കണ്ടോ ഇത്ര ഉള്ളൊരു പീസാണിത്. ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത്, കാരണം ഞാനെപ്പോഴും ഈ പാക്കറ്റ് വാങ്ങിച്ചത് പറയട്ടെ ഒരു മിനിറ്റ്. പാക്കറ്റ് വാങ്ങിച്ചതാണ് ചെയ്യാറുള്ളത്. അപ്പം പാക്കറ്റ് വാങ്ങിച്ച ചെറിയ ചെറിയ പീസസ് ആയിരിക്കുമല്ലോ, അപ്പം അങ്ങനെ ചെയ്താണ് എടുക്കാറ്. അപ്പോൾ ആദ്യമാണെങ്കിൽ ഇത് കണ്ടപ്പോഴേക്കും ചെറുതായിട്ട് പേടിയായി. നമുക്ക് അതിന്റെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാട്ടാ. ആദ്യം ഇത് കണ്ടപ്പോൾ എങ്ങനെ കാണിച്ചു വിട്ടിന്ന് കാണിച്ചു തരാട്ടാ. ഈ സാധനം കടിക്കാൻ വേണ്ടി തെറിച്ചു വരുമോ? എങ്ങനെ വന്നതേ? ഇങ്ങനെയാണ് വന്നാ ഇങ്ങനെ? നീ പോകല്ലേ, ഇത് കാണണ്ടേ നിനക്ക് എന്ത് സാധനമെന്ന്? വാങ്ങാട് തെറിച്ചു വരുമോ? തെറിച്ചു വരുമോ? മീന അതിനെ പിടിക്കാൻ വേണ്ടി തന്നെയാണോ? എല്ലാം ഇടണം, കാരണം അതെല്ലാം വലിയ പീസാണ്. ഇതിനകത്ത് കുറച്ച് കണ്ടിച്ചെടുത്തിട്ട് കണ്ടാ ഇത്രയുള്ള സാധനം. അപ്പൊ ഇതിനകത്ത് കുറച്ചെടുത്തിട്ട് ചെയ്തെടുക്കാം, ഉപ്പുമീനായിട്ട് വറുത്തെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ മീനിന്റെ സ്മെല്ല് ഇഷ്ടമല്ല. വേറെ മീനിന്റെ ഒന്നും കുഴപ്പമില്ല, പക്ഷെ ഈ ചൊറകിന്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. ഛർദ്ദിക്കാനും മന്നാലൊക്കെ തോന്നും. പിന്നെ വേറെ ഉപ്പുമീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് തന്നെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും അത് ചെറിയ ചെറിയ പീസായിരിക്കും. അപ്പോൾ അതിന് കട്ട് ചെയ്തിരിക്കണേ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇത് പക്ഷേ ഇച്ചിരി വലിയ പീസാണ്. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഉപ്പുമീൻ ഇവിടെ ഞാനെല്ലാം പറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചോളണമല്ലോ, തൊണ്ടൊക്കെ ഞാൻ പൊളിച്ച് കളഞ്ഞ് മാംസം മാത്രമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കണം. വറുക്കണതിന് മുമ്പ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കും. അപ്പോൾ ചതച്ചെടുക്കുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് നല്ലോണം വറുത്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ തരിതരിയായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ചട്ടിയിലിട്ട് തന്നെ കയ്യിലൊക്കെ കൊണ്ട് കുത്തി പാടുപെടും. അത് നല്ല 1-2 പ്രാവശ്യം ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചുട്ടെടുത്തിട്ടാണ് ഇങ്ങനെ തൊലി പൊളിച്ച് കളഞ്ഞത്. ചുട്ടെടുക്കണതല്ലാണ്ട് വേറെ വല്ല രീതി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചുട്ടെടുത്തിട്ട് ഇതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞു. അപ്പോൾ എനിക്ക് കയ്യൊക്കെ ചെറുതായിട്ട് പൊള്ളിപ്പോയി. അപ്പോൾ പീസായിട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യമാണെങ്കിൽ നോക്കാനായിട്ട് ആരുമില്ല അതിന്, അതുകൊണ്ട് അത് ഭയങ്കര കുരുത്തക്കേട്. സുജി അവിടെ പൊക്കത്തെ ഷവർ എന്താണ് വെള്ളത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട്. എനിക്ക് ഷവറിലെ അഴുക്ക് പോകാൻ വേണ്ടി ഷവറിൻ്റെ ഇത് വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കോരി അവൻ ഓരോ സ്ഥലത്തോടെ ഒഴിച്ചുകൊണ്ടിരിക്കണേ. ഇവിടെ ചേട്ടൻ ഇപ്പം ഉണ്ടാകുന്ന ചേട്ടൻ മുടി വെട്ടാൻ പോയി. സുജി ആണെങ്കിലും പൊക്കത്തുണ്ട്, പക്ഷെ സുജി വർക്കിലാണ്. അപ്പം അതുകൊണ്ട് സുജിനെ വിളിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെതായ എല്ലാ കുരുത്തക്കേടുകളും കാണിച്ചുകൊണ്ടിരിക്കണേ. കാണിച്ചു തരാം കേട്ടോ. കണ്ടാ നിന്റെ പപ്പ വന്നിട്ടുണ്ട്. പപ്പ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ ചേട്ടി ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം ചേട്ടൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ടപ്പോഴേക്കും ഇവിടെ ഒരാൾ പറയണേ എൻ്റെ പപ്പ വന്നെന്ന്. എന്നാൽ നീ പപ്പയുടെ അടുത്തോട്ട് പോയില്ല, അതവിടെ ഇട്ട്, അതവിടെ ഇടടാ, ആ വെള്ളം അതവിടെ ഇട്ട്. പപ്പ വന്നിട്ട് നീ എന്താ പപ്പയുടെ അടുത്തോട്ട് പോകാത്ത? ഇപ്പയാണ് ആദുവിനെ കുളിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദുവിനെ പപ്പ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. സുജിയങ്ക അവിടെ നിന്ന് ഷവർ കഴുകിക്കൊണ്ടിരിക്കണേ. സുജിയങ്കയുടെ ഷവറിലെ അഴുക്കൊക്കെ കളഞ്ഞ് കഴുകിക്കൊണ്ടിരിക്കണേ. ഞാനപ്പതാ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് ഉപ്പുമീൻ വറുക്കണം. അങ്ങനെ ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞു. നിങ്ങൾ ഈ നിങ്ങൾ ഉണക്കമീൻ ഇങ്ങനെയാണോ വറുക്കുന്നത്? ഞങ്ങളൊക്കെ ഉണക്കമീൻ വറുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു രീതിയിലിരിക്കും ഉണക്കമീൻ. അതിപ്പോൾ നങ്കാണെങ്കിലും അതേ ചൊറക്കാണെങ്കിലും അതെ ഇതേപോലെ വറുക്കുന്നത്. എന്നുവെച്ചാൽ നങ്ക് ഇതേപോലെ ചെറിയ ചെറിയ തരി പോലെ ഒന്നും ആക്കത്തില്ല. നങ്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കും, എന്നിട്ട് വറുത്തെടുക്കും. ഇതേപോലെ ഉള്ളിയും മുളക് പൊടിയും കൂടെ മരിച്ചിടും, അത്ര തന്നെ. ഇത് ചൊറകിൻ്റെത് ഇതേപോലെ ഇങ്ങനെ തരിതരിയായിട്ടുള്ള രീതിയിലാണ് വറുത്തെടുക്കുന്നത്. ഉണ്ടാവും. അല്ലേ ചീനിച്ചട്ടിയിലിട്ട് വരട്ടിയ ചോറ് അല്ലേ? ഗുഡ് ബോയ്. അപ്പോൾ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ മോഹൻലാലിൻ്റെ മകളുടെ തുടക്കം എന്നുള്ള സിനിമക്കാണ് ബുക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് 2 മണിക്കത്തെ ഷോ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചത്. പക്ഷേ സമയം പോയതായിരുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് ക്ലോക്കിലോട്ട് പോയി മണി 12:45 അന്നേരം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഉടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 1:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 2 മണിക്കെങ്കിലും എടുത്തുള്ളൂ. ഫോട്ടോച്ചിലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് കറക്റ്റ് 1:30 ആയപ്പോൾ ഇറങ്ങുകയും ചെയ്തു. ഫുഡൊക്കെ എല്ലാം കഴിച്ച് ധൃതി പിടിച്ച് വായു പിടിച്ചൊക്കെ ഇറങ്ങി. ചേട്ടനെനിക്ക് വരുന്ന വണ്ടി പറപ്പിച്ചാണ് വിട്ടത്. ആദ്യം നോക്കി ചോദിക്കണമായിരുന്നു, മമ്മി ഇതെന്താ കൊടുങ്കാറ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. കറക്റ്റ് 2 മണി ആവാനായപ്പോഴേക്കും ഞങ്ങൾ തിയേറ്ററിലെത്തി. തിയേറ്ററിൽ കയറി കഴിഞ്ഞ് ഈ ലൈറ്റൊക്കെ ഓഫ് ആയി കഴിഞ്ഞപ്പോഴേക്കും അതിന് ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പപ്പയുടെ മടിയിലിരിക്കണോണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആദ്യമാണെങ്കിൽ തിയേറ്ററിൽ ആദ്യമായിട്ടായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് പോയതാണ്. അപ്പോൾ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോഴേക്കും വാഷ്റൂമിലൊക്കെ പോയി വന്നപ്പോഴേക്കും കറക്റ്റായിട്ട് അവന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. പിന്നെ പോപ്കോണൊക്കെ വാങ്ങിച്ചു. അങ്ങനെ സിനിമയൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് പിന്നെ നേരെ പാർക്കിലോട്ടാണ് പോയത്. ആദ്യമായിട്ട് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കഴിഞ്ഞാലേ നമ്മൾ പാർക്കിൽ പോകുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് അവൻ തിയേറ്ററിലാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല കൊച്ചായിട്ടൊക്കെ ഇരുന്നേച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചല്ല അതും അങ്ങനെ ഇരിക്കുമെന്നൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, മമ്മി ഇപ്പോഴാണ് പാർക്കിൽ പോകണ്ടേ, വാ പാർക്കിൽ പോകണ്ടേന്ന്. അതുകൊണ്ട് സിനിമ കഴിഞ്ഞ് ഫോട്ടോസിലായിരുന്നല്ലോ പോയിച്ച്. അതുകൊണ്ട് തന്നെ അവർ നേരെ ഡയറക്റ്റ് ഫോട്ടോച്ച് പാർക്കിലോട്ടും പോയി. പിന്നെ ഫോർട്ട് പാർക്കാണല്ലോ അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോഴേക്കും അവൻ ഭയങ്കര സന്തോഷമായി. എന്തായാലും പറഞ്ഞ വാക്ക് വലിച്ചല്ലോ. അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊന്ന് തീട്ടിയ സ്ഥലത്തോട്ടൊന്ന് തിരിഞ്ഞ് കയറാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും അതിൻ്റെ കാലൊന്ന് സ്ലിപ്പായിപ്പോയി. അവനോട് എപ്പോഴും പറയാറില്ല അങ്ങനെ തിരിഞ്ഞ് കയറരുതെന്ന്. ഒന്ന് സ്ലിപ്പായെങ്കിലും പിന്നെ നമ്മൾ വലിയ മൈൻഡ് കാണിച്ചില്ല. അത് കഴിഞ്ഞ് ഓരോ സാധനത്തിലും അവനിങ്ങനെ കയറി ഇറങ്ങി നടന്നു വെച്ചു. ഇപ്പോൾ ഈ ഒരു യു ഷേപ്പിലുള്ള ഈ ഒരു സാധനത്തിൽ ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായിട്ടത് കയറിയത്. ഇത്രയും നാൾ ഫോട്ടോച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ കയറിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോഴും അതിന് മുന്നത്തെ പ്രാവശ്യം പോയപ്പോഴാണ് ആദ്യമായിട്ട് കയറിയത്. അങ്ങനെ പെട്ടെന്ന് ഓടിക്കളിക്കണതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേക്ക് പെട്ടെന്ന് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നിട്ട് നേരെ മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കിയപ്പോൾ അവിടെ ഓഗസ്റ്റ് 15 ഉയർത്തിയ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കണ്ടു. അപ്പോൾ ഫ്ലാഗ് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആശാൻ അങ്ങോട്ട് നോക്കിയെന്ന് വെച്ചാൽ അവൻ അവിടെ നിന്ന് സല്യൂട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫോൺ ഓണാക്കി വന്നപ്പോഴേക്കും അവൻ സല്യൂട്ട് നിർത്തി. അത് കഴിഞ്ഞിട്ടൊന്ന് സല്യൂട്ട് അടിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു. അങ്ങനെ പാർക്കിലെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടക്ക് കുറച്ച് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, മസാലോശ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് മസാലോശ കഴിക്കാൻ വേണ്ടി മട്ടാഞ്ചേരിയിലുള്ളൊരു കടയിലോട്ട് പോയി. മട്ടാഞ്ചേരിയിലുള്ള കടയിൽ പോയിട്ട് ചേട്ടൻ മസാലോശയൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എനിക്ക് മസാലോശയൊന്നും വേണ്ടോ, എനിക്ക് നെയ് റോസ്റ്റ് വരുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും നെയ് റോസ്റ്റാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനോടും പറഞ്ഞു നെയ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും അതുകൊണ്ട് എനിക്ക് നെയ് റോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കടയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പപ്പയും മോനും കൂടെ അവിടെ കുത്തിയിരുന്ന് തോക്ക് കൊണ്ട് വെടിവെച്ച് കളിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെടിവെപ്പാണ്. ഇതിനകത്ത് ആരാണ് ജയിക്കാന്നൊന്നും അറിയാൻ പാടില്ല. കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും നിർത്തി, കാരണം ഫുഡ് വന്നല്ലോ. അപ്പോൾ ഫുഡ് വന്നപ്പോഴേക്കും ചേട്ടാ അപ്പോൾ പട്ടൂരിയാണ് പറഞ്ഞു വെച്ചത്, ഞാൻ നെയ് റോസ്റ്റ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇതിനകത്ത് തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ അവൻ എന്ത് ചെയ്തു, എനിക്ക് കൊണ്ടുവന്നത് നേരെ അവൻ അങ്ങോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ കഴിക്കട്ടെ, ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് മമ്മി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് പിന്നെ ഞാനപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കണേ. ആദ്യത്തെ കുറച്ച് നേരം ആദ്യം ആ നെയ്റോസ്റ്റിൻ്റെ ദോശയൊക്കെ എടുത്ത് സാമ്പാറിലും ചമ്മന്തിയിലൊക്കെ മുക്കി കുറേശ്ശെ കഴിച്ചു തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു, ആദ്യം പിന്നെ ചേട്ടയുടെ പാത്രത്തിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. അവന് ബട്ടൂര ചേട്ട കുറച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ടൂര ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ ബട്ടൂര ചേട്ട കഴിക്കുമ്പോൾ ഇതേപോലെ കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്ക് അത്രയും തോന്നിയിട്ടുണ്ടായില്ല. അപ്പോൾ ചേട്ടൻ ബട്ടൂര കഴിച്ചപ്പോൾ ഞാൻ നെയ്റോസ്റ്റാണ് കഴിച്ചത്. എനിക്ക് സാമ്പാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നെയ്റോസ്റ്റ് സാമ്പാറും കൂടെ മുക്കി കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഞാൻ മസാല ദോശ കഴിക്കാറില്ല, നെയ്റോസ്റ്റാണ് എപ്പോഴും കഴിക്കാറ്. കാരണം ആ ഉള്ളിലത്തെ ഉരുളക്കിഴങ്ങിൻ്റെ മസാല എനിക്ക് കൊണ്ട് കഴിച്ചാൽ തീരത്തില്ല. പിന്നെ ബട്ടൂരയുടെ ടേസ്റ്റ് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് തിന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഒരു ബട്ടൂരും കൂടി വാങ്ങിക്കാടോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടി വാങ്ങിച്ചു. അപ്പോൾ അതിന് നെയ്റോസ്റ്റ് പിന്നെ വേണ്ടായിരുന്നു, അവന് ബട്ടൂര മാത്രം മതി. അവനും ബട്ടൂര വേണമെന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയിട്ട് പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ അതിന് ബട്ടൂര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് എനിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചെങ്കിലും എനിക്ക് മര്യാദ കഴിക്കാൻ പറ്റിയില്ല. കാരണം അവൻ തന്നെ ഒരുവിധമൊക്കെ കഴിച്ച് തീർത്തു. അത് അവൻ്റെ ആ സൂപ്പറാന്നൊക്കെ പറയണതിൽ തന്നെയുണ്ട് അവനത് എന്തോരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അവൻ ആ കടലയുടെ ഗ്രേവിയിലൊക്കെ നോക്കി കഴിക്കണമായിരുന്നു. അപ്പോൾ എന്നിട്ട് കുറേശ്ശെ കഴിക്കുന്നതിനെപ്പോഴേക്കും പറഞ്ഞേ പപ്പ ഇങ്ങനെയല്ല കഴിക്കുന്നത്, പപ്പനെ പോലെ ഞാനും കഴിക്കുന്നതെന്ന്. ഫുള്ള് പപ്പ എന്ത് ചെയ്യണം അത് തന്നെ അവനും ചെയ്യണം. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി. ആ വഴി വീട്ടിൽ കയറി അപ്പച്ചനും അമ്മച്ചനെയും കൂടി ഒന്ന് കണ്ടിട്ടും പോകാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് കയറിയത്. അവിടെ കയറി കഴിഞ്ഞപ്പോഴേക്കും എന്താ മുഖമൊക്കെ ഇരിക്കണല്ലേ. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. ആദ്യമാണെങ്കിൽ വന്ന വഴിയെന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെ കട്ടിലേക്ക് കിടന്ന് നല്ല ഉറക്കമാണ്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങണേ. അപ്പോൾ അവൻ ഉറങ്ങി ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നാളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.